Hi students. Today I am discussing the topic role and position of promoters of our module 1. Promoters. Promoter എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട് സെക്ഷൻ 2 ക്ലോസ് 69 ഓഫ് കമ്പനീസ് ആക്ട് 2013. ജനറലി നമ്മൾ പ്രൊമോട്ടേഴ്സിനെ എങ്ങനെയാണ് പറഞ്ഞത്? ദാറ്റ് ഈസ് എ പേഴ്സൺ, ഹീസ് എ പേഴ്സൺ ഹു കൺസീവ് എ ബിസിനസ് ഐഡിയ ഓർ ഐഡൻറ്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ കൺസീവ് ചെയ്യുന്ന വ്യക്തി നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡെഫിനിഷൻ 1956 കമ്പനീസ് ആക്ടിലും പറയുന്നില്ലായിരുന്നു. വേറസ് ഇൻ 2013 കമ്പനീസ് ആക്ടിനകത്ത് പ്രൊമോട്ടറിനെ കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ഇൻ സെക്ഷൻ 2 ക്ലോസ് 69. ഓക്കെ, അക്കോർഡിംഗ് ടു ദാറ്റ് പ്രൊമോട്ടർ ഇസ് എ പേഴ്സൺ named as promoter in the prospectus or annual return of the company. അതായത് പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഏതർ ആനുവൽ റിട്ടേണിൽ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ പ്രൊമോട്ടറായിട്ട് പേര് ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് പ്രൊമോട്ടറായിട്ട് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുമ്പം ഏതർ അദ്ദേഹത്തിൻ്റെ പേര് ഒന്നുകിൽ പ്രോസ്പെക്ടസിനകത്ത് നെയിംഡ് ആസ് പ്രൊമോട്ടറുടെ പേര് ഇന്ന ആളാണ് പ്രൊമോട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആനുവൽ റിട്ടേണിനകത്ത് എഴുതിയിട്ടുണ്ടാകാം പ്രൊമോട്ടറായിട്ട്. ദെൻ ഹീ ഈസ് ദ പ്രൊമോട്ടർ ഓഫ് ദാറ്റ് കമ്പനി. ഓക്കെ, ഓർ അല്ലാന്നുണ്ടെങ്കിൽ control or appoint the board of directors, or he is the person who take major policy and decisions. ഓക്കെ, അതായത് ഒരു കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പകുതിയിൽ കൂടുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മേജർ പോളിസീസ് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മേജർ ഡിസിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മേജർ ഡിസിഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് വിളിക്കാം. ഓക്കെ, or advise the board of directors work on the advice of this particular person. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു വ്യക്തിയുടെ അഡ്വൈസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ആ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചിലപ്പം പ്രൊഫഷണൽസിൻ്റെ അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ടാകും, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറി, അഡ്വക്കേറ്റ്സ്. അപ്പം അവരെ നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോ, പറ്റത്തില്ല. ദേ ആർ പ്രൊഫഷണൽസ്. അവർ കമ്പനിയുടെ പ്രൊഫഷണൽ മാറ്റേഴ്സുമായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കാം ഡിസ്കസ് ചെയ്യുന്നത്. വേറസ് പ്രൊമോട്ടർ ഇപ്പം ഒരു വ്യക്തിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ദെൻ ആ വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൊമോട്ടർ എന്ന് വിളിക്കാം, അപ്പാർട്ട് പ്രൊഫഷണൽസ് അല്ലാതെ. ഓക്കെ, അപ്പം അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരിക്കും ആ കമ്പനിയിൽ. ദെൻ ഹി ക്യാൻ ബി ദ പ്രൊമോട്ടർ, ഹി വിൽ ബി ദ പ്രൊമോട്ടർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. അപ്പം ശ്രദ്ധിക്കുക, പ്രൊമോട്ടർ എന്താണെന്നതിനെ കുറിച്ച് 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് 69 ഇങ്ങനെയാണ് പറയുന്നത്. പ്രോസ്പെക്ടസിൽ ഒന്നുകിൽ കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ നെയിംഡ് ആസ് പ്രൊമോട്ടറായിട്ട് നെയിം ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയെ അല്ലെങ്കിൽ പ്രൊമോട്ടറായിട്ട് ഐഡൻറ്റിഫൈ പ്രോസ്പെക്ടസിൽ പിന്നെ പ്രൊമോട്ടറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് നമുക്ക് പറയാം. ഓർ ആനുവൽ റിട്ടേണിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് particular person ആണ്. Then he will be the promoter of that particular company. Or അല്ലെങ്കിൽ he is a person who appoint or control the majority of board of directors of that company or take major policy and major decisions of the company. ഒരു കമ്പനിയുടെ മേജർ പോളിസീസും അക്കാര്യത്തിൽ അല്ലെങ്കിൽ മേജർ ഡിസിഷൻസിൽ എടുക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് പ്രൊമോട്ടർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പവറുള്ളൊരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൊമോട്ടർ എന്ന് വിളിക്കാം. Or board of directors receive advice or work on the advice of a person, then he will be a promoter. ഓക്കെ, അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരുടെയെങ്കിലും അഡ്വൈസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ആ പെർട്ടിക്കുലർ വ്യക്തിയെ നമുക്ക് പ്രൊമോട്ടർ എന്ന് വിളിക്കാം. Moving on to the position of promoter. Promoter are neither agents nor trustees of the company. ഒരു കമ്പനിയുടെ ഏജൻറ്റുമല്ല ട്രസ്റ്റിയുമല്ല പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് പറയാൻ കാര്യം ഏജൻറ്റ് ആകണം എന്നുണ്ടെങ്കിൽ വി നോ ഏജൻറ്റ് വർക്ക് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഏജൻറ്റ് വർക്ക് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ. ഏജൻറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രിൻസിപ്പലിൻ്റെ ബിഹാഫിൽ, അതായത് പ്രിൻസിപ്പലിൻ്റെ അസാന്നിധ്യത്തിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? പ്രിൻസിപ്പലിന് വേണ്ടി ആര് വർക്ക് ചെയ്യുന്നത്? ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ നീഡ് ടു ബി എ കോമ്പീറ്റൻറ്റ് പേഴ്സൺ. പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു കോമ്പീറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കാം. ഏജൻറ്റ് എന്ന് പറയുന്നത് കോമ്പീറ്റൻ്റ് ആകണം എന്ന് നിർബന്ധമില്ല. വേറസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ഇവിടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഏജൻറ്റ് ആകുന്നില്ല, നെയ്തർ ഏജൻറ്റ് ആകുന്നില്ല എന്ന് പറയുന്നു. ബിക്കോസ് ഇവിടെ കമ്പനി എന്ന് പറയുന്നത് കോമ്പീറ്റൻ്റ് അല്ല. ഓക്കെ, പ്രൊമോട്ടറുടെ റോള് നമുക്കറിയാം പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജിലാണ്. അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപാണ് പ്രൊമോട്ടർ പ്രധാന പങ്ക് വഹിക്കുന്നത്. സോ അവിടെ കമ്പനി എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഈസ് ഇൻകോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അതുകൊണ്ട് തന്നെ കമ്പനി ഇൻകോമ്പീറ്റൻ്റ് ആണ്. അതുകൊണ്ട് ദ കമ്പനി കനോട്ട് അപ്പോയിൻറ്റ് ഏജൻറ്റ്. കമ്പനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ കോമ്പീറ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം കമ്പനി എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ എങ്ങനെയാണ്? ഇൻകോമ്പീറ്റൻ്റ് ആണ്. പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജിലാണ് ശരിക്കും പ്രൊമോട്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന എപ്പോഴാണ്? പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരിക്കലും പ്രൊമോട്ടർ ആ കമ്പനിയുടെ ഏജൻറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തി കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ഇവിടെ കമ്പനി ഇൻകോമ്പീറ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർ ഏജൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നോട്ട് ട്രസ്റ്റി ഓഫ് ദ കമ്പനി. ട്രസ്റ്റി എന്ന് പറയുമ്പം ഹി വിൽ ബി ഓദർ ആണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഓദർ എന്ന് പറയുന്നതും ഒരു കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ഇവിടെ കമ്പനി കോമ്പീറ്റൻ്റ് അല്ല. ബിക്കോസ് പ്രീ ഇൻകോർപ്പറേഷനിൽ കമ്പനി ഇൻകോമ്പീറ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പ്രൊമോട്ടർ ഒരു കമ്പനിയുടെ ട്രസ്റ്റി ആണെന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പ്രൊമോട്ടർ ആർ നെയ്തർ ഏജൻറ്റ് നോർ ദ ട്രസ്റ്റി ഓഫ് ദ കമ്പനി ബിക്കോസ് കമ്പനി ഈസ് ഇൻകോമ്പീറ്റൻ്റ് അറ്റ് ദ ടൈം ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ. ഓക്കെ, and in the pre-incorporation stage promoters play the important role. Therefore they are personally liable for all contracts which are entered by them for the company before its incorporation. അതായത് കമ്പനി ഇൻകോർപ്പറേഷന് മുൻപ്, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ പ്രൊമോട്ടേഴ്സ് തേർഡ് പാർട്ടിയുമായിട്ട് എത്തുന്ന എല്ലാ കോൺട്രാക്റ്റുകൾക്കും ഹു ഈസ് ലയബിൾ? ആരാണ് ലയബിൾ ആയിട്ടുള്ളത്? ഈ പ്രൊമോട്ടറാണ് ലയബിൾ ആയിട്ടുള്ളത്. പ്രൊമോട്ടർ ഓഫ് എ കമ്പനി എൻജോയ് എ ഫിഡീഷ്യറി പൊസിഷൻ. അതായത് അവർ നെയ്തർ ഏജൻറ്റും അല്ല ട്രസ്റ്റിയുമല്ല, ഒരു ക്വാസി ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വാസി ട്രസ്റ്റിയാണ്. അതായത് പിന്നെ കമ്പനിക്ക് വേണ്ടി തേർഡ് പാർട്ടീസിനുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ആരാണ്? പ്രൊമോട്ടറാണ്. അതായത് കമ്പനിയുടെ അസാന്നിധ്യത്തിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് പ്രൊമോട്ടറാണ്. കാരണം കമ്പനി ഇൻകോമ്പീറ്റൻ്റ് ആണ്. ഓക്കെ, അതുപോലെ കമ്പനിയുടെ വിശ്വസ്തരായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഈ പ്രൊമോട്ടർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവരൊരു ക്വാസി ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വാസി ട്രസ്റ്റി എന്ന് പറയാം. ഓക്കെ, അതായത് ചില ഫീച്ചേഴ്സ് ഒരു ട്രസ്റ്റി പ്രിൻസിപ്പൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി ഓതറിൻ്റെ ചില ഫീച്ചേഴ്സുകൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു ക്വാസി ഏജൻറ്റ് അല്ലെങ്കിൽ ക്വാസി ട്രസ്റ്റി എന്ന് പറയാം. ദേ ക്യാൻ മേക്ക് എ പ്രോഫിറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഡിസ്ക്ലോസ് ബട്ട് ഡസ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ്. അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഡിസ്ക്ലോസ് ചെയ്തതാണെങ്കിൽ പ്രൊമോട്ടർക്ക് എൻജോയ് ചെയ്യാം. ഇൻ ദ ഇവൻറ്റ് ഓഫ് നോൺ ഡിസ്ക്ലോഷർ ദ കമ്പനി ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്റ്റ്. ഇൻ കേസ് പ്രൊമോട്ടർ എന്തെങ്കിലും പ്രോഫിറ്റ് ഡിസ്ക്ലോസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ആ പെർട്ടിക്കുലർ കോൺട്രാക്റ്റ്, ഏത് കോൺട്രാക്റ്റിലൂടെയാണോ പ്രൊമോട്ടർ ഈ സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആ പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. Promoters are not legally entitled to claim the expenses incurred in the promotion of company. However, the company can choose to reimburse them. അപ്പോൾ ലീഗലി പ്രൊമോട്ടേഴ്സിന് ഈ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകളൊന്നും തിരികെ നൽകണം എന്ന നിയമമില്ല. പക്ഷേ കമ്പനിക്ക് തീരുമാനിക്കാം. ദ കമ്പനി ക്യാൻ ചൂസ് either to refund that money. ആ എക്സ്പെൻസുകൾ റീഫണ്ട് ചെയ്യണോ വേണ്ടയോ എന്ന് കമ്പനിക്ക് തീരുമാനിക്കാം. ഓക്കെ, പ്രൊമോട്ടർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ സീക്രട്ട് പ്രോഫിറ്റ് അലൗഡ്, അതിനെക്കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്.
പ്രൊമോട്ടറാണ് എന്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്? പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് കമ്പനി ആരല്ല, ഒരു കോമ്പീറ്റൻറ്റ് പേഴ്സൺ അല്ല. അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് കോൺട്രാക്റ്റിൽ എത്തുന്നത് ആരാണ്? പ്രൊമോട്ടറാണ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസ് എങ്ങനെയായിരിക്കണം? ആ ഇൻകോർപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കോൺട്രാക്റ്റുകൾക്ക് വേണ്ടി മാത്രമേ തേർഡ് പാർട്ടിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ പ്രൊമോട്ടർ ഏർപ്പെടാൻ പാടുള്ളൂ. അതുപോലെ കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും ആർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം? പ്രൊമോട്ടർക്ക് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാം. അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എയ്തർ ഇറ്റ് ഈസ് ടു സാറ്റിസ്ഫൈ ദ ഇൻകോർപ്പറേഷൻ നീഡ് ഓഫ് എ കമ്പനി ഓർ വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷന് വേണ്ടിയിട്ട് അത് ആവശ്യമാണെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് തേർഡ് പാർട്ടിയുമായിട്ട് പ്രൊമോട്ടർക്ക് ഏർപ്പെടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു പ്രൊമോട്ടർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫേമിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഇൻകോർപ്പറേഷൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. തേർഡ് പാർട്ടിയുമായിട്ട്, അതായത് CA ഫേമുമായിട്ട് അല്ലെങ്കിൽ CS അല്ലെങ്കിൽ അഡ്വക്കേറ്റുമായിട്ട് നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അത് ഇൻകോർപ്പറേഷൻ്റെ നീഡാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ വാലിഡാണ്, അത് ലീഗലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്ന കാര്യങ്ങൾക്കും പ്രൊമോട്ടർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനി ഇൻകോർപ്പറേഷന് മുൻപ് പ്രൊമോട്ടർ തേർഡ് പാർട്ടിയുമായിട്ട് വരുന്ന കോൺട്രാക്റ്റുകളെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഫോർ ടു സാറ്റിസ്ഫൈ ദ ഇൻകോർപ്പറേഷൻ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതുപോലെ ഒബ്ജക്റ്റ് ക്ലോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ഏൺഡ് അലൗഡ് ആണ് പ്രൊമോട്ടർക്ക്. ഓക്കെ, പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജിലുള്ള കോൺട്രാക്റ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് പ്രൊമോട്ടർക്ക് അലൗഡ് ആണ് ഇഫ് ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ്. ആരുടെയൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? ഒന്നുകിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ പ്രോസ്പെക്ടസ്. ഇതിൽ മൂന്നിൽ എവിടെയെങ്കിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് പ്രോഫിറ്റ് ഈസ് അലൗഡ് ടു ദ പ്രൊമോട്ടർ. ഓക്കെ, ഇനി സീക്രട്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഫാക്റ്റ് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജിലുള്ള കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോട്ടർ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് അതിനെയാണ് സീക്രട്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അത് ആരുടെടുത്തും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. അത് ലേറ്റർ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത്, അതായത് കമ്പനി ലീഗലി എക്സിസ്റ്റൻസിൽ വന്നതിന് ശേഷം കമ്പനി ഇത് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഇൻകോർപ്പറേഷനിൽ ഈ പ്രൊമോട്ടർ നടത്തിയ ഇത്തരത്തിലുള്ള സീക്രട്ട് പ്രോഫിറ്റ് അതുവഴി ഏൺ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകൾ കമ്പനിക്ക് ആഫ്റ്റർ ഇൻകോർപ്പറേഷന് ശേഷം അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ്, റിക്കവർ സീക്രട്ട് പ്രോഫിറ്റ്. പ്രൊമോട്ടറുടെ കയ്യിൽ നിന്നും ആ സീക്രട്ട് പ്രോഫിറ്റ് റിക്കവർ ചെയ്യാം. ആൻഡ് പ്രൊമോട്ടർ ക്യാൻ ബി സ്യൂഡ്. പ്രൊമോട്ടർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നീഡിന് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രൊമോട്ടർ തേർഡ് പാർട്ടിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് ഏൺഡ് അലൗഡ് ആണ് ഫോർ ദ പ്രൊമോട്ടർ ഇഫ് ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ഓർ ഇഫ് ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് to the shareholders or independent directors. സീക്രട്ട് പ്രോഫിറ്റ് ഒരിക്കലും അലൗഡ് അല്ല. ഫാക്ട് ഡിസ്കവർ ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ കമ്പനിക്ക് എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്യാം. സീക്രട്ട് പ്രോഫിറ്റ് പ്രൊമോട്ടറിൽ നിന്ന് റിക്കവർ ചെയ്യാം. ആൻഡ് പ്രൊമോട്ടർ ക്യാൻ ബി സ്യൂഡ്. ഓക്കെ.